അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ കെയർ വർക്കർ. നിങ്ങളൊരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് മെയിൻ ഡ്യൂട്ടീസ് ഓഫ് കെയർ വർക്കർ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് പീപ്പിൾ വിത്ത് സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ, അതായത് അവരുടെ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പിംഗ് പേഴ്സണൽ കെയർ സച്ച് ആസ് സപ്പോർട്ടിങ് വിത്ത് ഡ്രസ്സിങ് ആൻഡ് ബാത്തിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് പേഴ്സണൽ കെയർ എന്നുള്ളത്. അന്നേരം അവരുടെ പേഴ്സണൽ കെയറിൽ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതെന്ന് പറയുമ്പോൾ എല്ലാ കേസും വരും. ഡ്രസ്സിങ്, ബാത്തിങ്, ഷവറിങ്, അതുപോലെ ഈറ്റിങ്, ഡ്രിങ്കിങ്, അതുപോലെ എല്ലാ കാര്യത്തിലും അവരെ ഹെൽപ്പ് ചെയ്യുക. ടോയ്ലറ്റിങ് അല്ല എല്ലാ കാര്യത്തിലും അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. മോണിറ്റർ ആൻഡ് റെക്കോർഡ് ദ ക്ലയൻസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് ടു സീനിയർ സ്റ്റാഫ്സ്. അതായത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സീനിയർ കെയറേഴ്സ് ഉണ്ടായിരിക്കും. അന്നേരം നമ്മൾ അവരുടെ അണ്ടറിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുന്നത്. അന്നേരം അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ക്ലയൻസിന് എന്തെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ റെസിഡൻസിന് എന്തെങ്കിലും പെട്ടെന്ന് തരത്തിലുള്ള എന്തെങ്കിലും ഡിഫറൻസസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നോർമലായിട്ടുള്ളതിനേക്കാൾ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമ്മുടെ സീനിയർ കെയറിനെ അല്ലെങ്കിൽ നേഴ്സിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഒരു കെയർ വർക്കറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വാട്ട് ആർ ദ 6 C's ഓഫ് എ ഹെൽത്ത് കെയർ. ഇത് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. കെയർ, കമ്പാഷൻ, കോമ്പിറ്റൻസ്, കമ്മ്യൂണിക്കേഷൻ, കറേജ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. 6 C's ഓഫ് എ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഷെയറിങ് ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ടു അതേഴ്സ്. നമുക്കറിയാം നമ്മളൊരു കെയർ സെക്ടറിലാകുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സ്കില്ലും ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതായത് നമ്മുടെ ആ തോട്ട്സ് നമ്മുടെ ഇതും മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ റെസിഡൻസിനോട് മാത്രമല്ല നമ്മുടെ സ്റ്റാഫിനോടും അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എസെൻഷ്യലായിട്ട് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെയാണ്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിമെൻഷ്യ. ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള ഡിമെൻഷ്യാസ് ഉണ്ട്. അന്നേരം ഇതിൻ്റെ എല്ലാ സിംറ്റംസ് കാര്യങ്ങളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഉള്ളത്. അന്നേരം അതിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ഡിമെൻഷ്യാസ് ആണുള്ളത്. ഫസ്റ്റ് വൺ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അൽഷിമേഴ്സ് ഡിസീസ് അല്ലെ അൽഷിമേഴ്സ് ഡിമെൻഷ്യ, വാസ്കുലർ ഡിമെൻഷ്യ വിത്ത് ലെവി ബോഡീസ്, ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ. ഇതിൻ്റെ ഓരോരുത്തർക്കും അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ട് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. Confidentiality is the ethics of care worker. Care worker should not share the details of residence. Is a set of rules that limits restrictions on the use of certain type of information. അതായത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു കെയർ വർക്കർ നിർബന്ധമായും കീപ്പ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസിഡൻസിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനോ ഇതാക്കാനോ പാടില്ല. കാരണം അത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസാണ്. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇത് അവരുമായി സംബന്ധിച്ചിട്ടുള്ള റെസിഡൻസിൻ്റെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു കെയർ വർക്കറിന് ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്യേണ്ട ഒരു ഹാബിറ്റും അത് തന്നെയാണ് കോൺഫിഡൻഷ്യാലിറ്റി. അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അന്നേരം ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ട്. അന്നേരം അതിൽ 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്നുള്ളത്. അത് കാരണമാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തത്. അന്നേരം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.